ഇനി ജാഗ്രത. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ പരാതി നൽകാനുണ്ടായ കാലതാമസം, പരാതിക്കാരി ആ പരാതി ഗൗരവമായല്ല ഉന്നയിച്ചത്, ഇങ്ങനെ പലതരം ആരോപണങ്ങൾ നേരത്തെ സിദ്ദിഖിന്റെ അഭിഭാഷകർ കോടതിയിൽ പലതവണയായി ജാമ്യാപേക്ഷ വരുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സാക്ഷികളുണ്ട്, തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് കുറ്റക്കാരനാണ്. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ മറ്റെന്തൊക്കെയാണ്? ശ്രീജ, 2016 കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. നേരത്തെ ഈ പരാതിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. യുവനടിയെ പ്രിവ്യൂവിനായാണ് വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം മാസ്കോട്ട് ഹോട്ടലിൽ താമസിച്ചിരുന്ന റൂമിലേക്കും സിദ്ദിഖ് വിളിച്ചു വരുത്തി. ഇത് സംബന്ധിച്ച് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ഹോട്ടലിലെ രജിസ്റ്ററും അവിടുത്തെ ജീവനക്കാരുടെ മൊഴികളുമടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. സിദ്ദിഖിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ പരാതി നൽകുന്നതിന് കാലതാമസം ഉണ്ടായി എന്നതാണ്. പക്ഷെ അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം ഖണ്ഡിച്ചിരുന്നു. കാരണം പല ഘട്ടങ്ങളിലായി ഈ യുവതി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഈ പരാതി ഉന്നയിച്ചിരുന്നു, ഈ സംഭവം ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി പോയി. മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിലൊരു വിശദീകരണം വരുന്നത് എപ്പോഴെങ്കിലും ഒരു പരാതിയായി ഇത് മുന്നിലെത്തിയിരുന്നില്ല എന്നാണ്. പക്ഷെ ബലാത്സംഗ കുറ്റമാണ്, വെളിപ്പെടുത്തലാണ്. അതിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതാണ്. പലകുറി ഇങ്ങനെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായെങ്കിലും അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല. ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വരുന്ന സമയത്താണ് വീണ്ടും ഇതേ പരാതിക്കാരി താൻ നേരിട്ട ദുരനുഭവം വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള അങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് പല ഇടങ്ങളിലെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ നിലയ്ക്കാണ് മ്യൂസിയം പോലീസും ഈ കേസെടുത്തത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ സിദ്ദിഖിന്റെ വാദങ്ങളെല്ലാം തന്നെ അതിൽ തള്ളുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു. പക്ഷേ തെളിവുകൾ സഹിതമാണ് അത് തള്ളുന്നത്. മാത്രമല്ല, ഈ പീഡനത്തിന് ഇരയായി എന്ന പറയുന്ന സമയത്ത് പെൺകുട്ടി കൊച്ചിയിൽ ഒരു ഡോക്ടറെ സമീപിച്ചിരുന്നു, ചികിത്സ തേടിയിരുന്നു. ഡോക്ടറുടെ മൊഴി കൂടി കുറ്റപത്രത്തിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് നടൻ സിദ്ദിഖിനെതിരായ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു. സിദ്ദിഖ് ഈ യുവനടിയെ ബലാത്സംഗം ചെയ്തതിന് തെളിവുകളുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇന്ന് രാവിലെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പെരിയ ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് പരോളിനുള്ള നീക്കമാണ്. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഇവരുടെ അപേക്ഷയിൽ ജയിൽ അധികൃതർ നടപടി തുടങ്ങി. KV ബൈജു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, ഇന്നത്തെ ദിവസത്തിന്, ഈ വാർത്ത വരുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകം നടന്ന 6 വർഷം തികയുന്ന ദിവസമാണ്. ആ സംഭവത്തിൽ ശിക്ഷ വിധിച്ച 1.5 മാസം തികയും മുൻപ് പരോളിനുള്ള നീക്കം നടക്കുന്നു എന്ന സുപ്രധാന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പരോൾ അനുവദിക്കുക? അതാണ് ഇനി അറിയേണ്ടത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നേക്ക് 6ാം ചരമവാർഷിക ദിനമാണ്. ആ ദിവസമാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്. അതായത് 21-ാം തീയതി ജനുവരി 21-ന് സുബീഷ് 8ാം പ്രതി, കേസിൽ 8ാം പ്രതി ഇത്തരത്തിൽ പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നു. അതോടൊപ്പം ജനുവരി 22-ന് സുരേന്ദ്രൻ ഇതിലെ 15ാം പ്രതിയാണ്. ഇത്തരത്തിൽ 2 പേരാണ് ഇപ്പോൾ പരോളിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ ഇവർക്ക് പരോൾ നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് റിപ്പോർട്ട് തേടി ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ജയിൽ ഉപദേശക സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതിനുശേഷം സർക്കാരിലേക്ക് ഈ പരോൾ അപേക്ഷ സമർപ്പിക്കും. അത്തരത്തിൽ ഇവർക്ക് പരോൾ അനുവദിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ്
തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കല്യോട്ടാണ്. എന്നോടൊപ്പം കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ തന്നെ ചേരുന്നുണ്ട്. ശ്രീജ, എന്താണ് ഇപ്പോൾ ഈ പരോൾ നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്? 2 പ്രതികളാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബം എന്താണ് മനസ്സിലാക്കുന്നത്? വളരെയധികം വേദനാജനകം സങ്കടകരവുമായ ഒരു കാര്യമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അത് നമ്മൾക്ക് കുടുംബത്തിന് മാത്രമല്ല ഈ കേരള ജനതയ്ക്ക് മൊത്തം ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. കാരണം ഇത്രയും ത്യാഗം സഹിച്ച് ഈ ക്രിമിനലുകളെ അകത്താക്കാൻ നമ്മൾ പ്രയത്നിച്ചിട്ടും ഈ സർക്കാർ അത് അവരെ രക്ഷപ്പെടുത്താൻ എത്ര കാലം 6 വർഷമായി തുടങ്ങിയിട്ട് എങ്കിലും ഇവിടെ ശിക്ഷ കിട്ടിയതനുസരിച്ചിട്ട് അവരെ അവിടെ നിന്നും പുറത്തിറക്കാനുള്ള സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതിന് സർക്കാർ കൂട്ടു നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ കേരളത്തിന് തന്നെ അപമാനകരമാണ്. ഈ ജനങ്ങൾക്ക് തന്നെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത്. പക്ഷെ അവര് ഇനിയിപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ അതിന്റെ ഉപദേശക സമിതി അംഗമായ പി ജയരാജൻ അദ്ദേഹം എന്ത് പറഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് അനുകൂലമായി കൊടുക്കാതിരിക്കില്ല. കാരണം അയാൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളാണ്, ആ ജയിലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കിക്കാണുകയാണ്. പരമാവധി നമ്മുടെ നിയമപരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും. പക്ഷേ ഈ സർക്കാർ ഇത്രയും നീചമായ പ്രവൃത്തി ഇനി അതും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സർക്കാരിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ഇനിയെങ്കിലും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടാനുള്ള സംവിധാനത്തിലേക്ക് സർക്കാർ നിയമപരമായി പോകണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ തുടരന്വേഷണം ആവശ്യപ്പെടാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരോൾ എന്ന ഒരു വിവരം കൂടി പുറത്ത് വിടുന്നത്. അതിൽ ന്യൂസ് 18 ഈ വിവരം ഇന്ന് ആദ്യം തന്നെ പുറത്തു വിടുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുടുംബം ഈ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാനാണോ ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് നീക്കങ്ങൾ? തുടരന്വേഷണമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകും. അത് മാത്രമല്ല, ഇപ്പൊ 10 പേരെ പുറത്തു വിട്ടിട്ടുണ്ട്. വെറുതെ വിട്ട് ഈ പ്രതികൾക്കെതിരെ അപ്പീൽ പോകാനുണ്ട്. പിന്നെ ഇവർ അപ്പീൽ കിട്ടി ഇപ്പോൾ അപ്പീൽ കൊടുക്കേണ്ട 4 പേരെ, ഇതിന്റെ ഉന്നതരായ 4 പേരെ ഇപ്പോൾ പുറത്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. അവരിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നുണ്ട്. പക്ഷെ കേസ് കൊണ്ട് നമ്മൾക്ക് എല്ലാ കേസുകളും നോക്കാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവർ ശിക്ഷ കിട്ടിയവരെ ഒക്കെ പുറത്തിറക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത്. ഈ സർക്കാരിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾക്ക് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. ഈ കേരള ജനതയെ, ഈ കേരളത്തിനെ ആകെ ഒരു അന്ധകാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അതിൽ കൂട്ടുനിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞുകൂടും. എന്നാലും കുടുംബം ശ്രീജ പ്രതികരിച്ച് മനസ്സിലായല്ലോ. അത്തരത്തിൽ ഈ പരോൾ അനുവദിക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് കുടുംബം ഇപ്പോൾ പങ്കുവച്ചത്. ഇതിൽ നിയമ നടപടി ഇനിയും അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ കേസിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 10 പേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 10 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 4 പേർക്ക് ഇത്തരത്തിൽ 5 വർഷം തടവായിരുന്നു. ഇവർ ഇപ്പോൾ മേൽക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന്, അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഇവരുടെ കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കുടുംബം സർക്കാരിൽ ഇപ്പോഴും ഒരു നേരിയ പ്രതീക്ഷ കുടുംബം വെക്കുന്നുണ്ട്. ഇത്തരം ആളുകളെ പുറത്തേക്ക് വിടരുത്, പരോൾ അനുവദിക്കരുത് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം 2 പേർക്ക് ഇത്തരത്തിൽ പരോളിന് അപേക്ഷ സമർപ്പിക്കും. പിന്നീട് ഓരോ പ്രതികളായി പരോൾ പുറത്തിറക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ നേരത്തെ TP ചന്ദ്രശേഖരൻ കേസിലും ഇത് കണ്ടതാണ്. വഴിവിട്ട രീതിയിൽ ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നതൊക്കെ വലിയ തോതിൽ വലിയ വിമർശനം ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഒരു കേസിൽ വിധി വന്ന് 1.5 മാസം പിന്നിടുമ്പോഴേക്കും തന്നെ അതിൽ പരോളുമായി ഈ പ്രതികൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഇതിനെതിരെ ഉയരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ശ്രീജ, ബൈജു, ഇന്നിപ്പോ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഈ ഓർമ്മ ദിനത്തിൽ വലിയ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. DK ശിവകുമാർ അടക്കം വരുന്നുണ്ട്. ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് സ്വാഭാവികമായും അവരുടെ ഇടയിലും വലിയ പ്രതിഷേധം ഉണ്ടാക്കുമല്ലോ. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവിടെ ആചരിക്കുന്നത്? തീർച്ചയായും ശ്രീജ, ഇന്ന് വലിയ തോതിൽ 5000-ഓളം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ DK ശിവകുമാറാണ് ഇതിൽ പ്രധാനമായും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത്. അതുകൂടാതെ KPCC പ്രസിഡന്റ് K സുധാകരൻ കൂടി ഇന്ന് ജില്ലയിലുണ്ട്. 3 മണിക്കാണ് ഇത്തരത്തിൽ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടി കല്യോട്ടാണ് വലിയ തോതിലുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇവർക്ക് ഈ പ്രതികൾക്ക് പരോൾ അപേക്ഷ എന്ന ഒരു വാർത്ത പുറത്തു വരുന്നതും. ഏതായാലും കുടുംബം അത് സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടെ ഇനിയും അവസാനത്തെ ഒരു പ്രതീക്ഷ സർക്കാരിൽ ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും വിപുലമായ പരിപാടിയാണ് 6ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ളത്. വലിയ തോതിലുള്ള പ്രവർത്തകരൊക്കെ ഇനി ഇവിടത്തേക്ക് എത്താനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കല്യോട്ടാണ്. ഇതിപ്പോൾ ശരത്ലാലിന്റെ വീടാണ്. ശരത്ലാലിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന്റെ തൊട്ടടുത്താണ് സ്മൃതി മണ്ഡപം. അവിടെയാണ് പരിപാടികളൊക്കെ ഉള്ളത്. ഉച്ചയോടുകൂടി തന്നെ DK ശിവകുമാർ എത്തുന്നുണ്ട്. DK ശിവകുമാർ ആദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു പൊതുപരിപാടിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് എത്തുന്നത്. എന്തായാലും ഇതിൽ KPCC
പ്രസിഡന്റ് പ്രതികരണം വളരെ പ്രധാനമാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവും. ഉച്ചയോടുകൂടിയാണ് നേതാക്കളെല്ലാം എത്തുന്നത്. വിപുലമായ പരിപാടികൾ തന്നെയാണ് ഈ 6ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നതും. കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്ന് കല്യോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വലിയൊരു പരിപാടി തന്നെയാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവരുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് നാളെ 1 വർഷം തികയുകയാണ്. കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിക്കുന്നത്. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് പറയാൻ CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗോവിന്ദന് മുന്നിലാണോ എന്നതാണ് പിതാവിന്റെ ചോദ്യം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ നിയമപോരാട്ടം നടത്തുമെന്നും അച്ഛൻ പറഞ്ഞു. MV ഗോവിന്ദൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്. MV ഗോവിന്ദന് CBIയുടെ വ്യക്താവല്ലല്ലോ. എനിക്കറിയില്ല MV ഗോവിന്ദനെ CBIയുടെ വ്യക്താവായിട്ട് എന്നാണ് അയാളെ നിയമിച്ചതെന്ന്. CBIക്ക് CBIയുടെ നിയമമുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ നമുക്കറിയില്ല. തൂങ്ങിയ മരണമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. തൂങ്ങിയാണ് മരിച്ചത്, അല്ലെ തൂങ്ങിയാണ് അത് മരണപ്പെട്ടത്. പക്ഷെ തൂങ്ങിയല്ല, തൂക്കിക്കൊന്നതാണ്. ആരെ തല്ലിയാലും കൊന്നാലും SFIക്ക് അതിൽ പങ്കില്ല എന്നാണ് MV ഗോവിന്ദനും ആർഷോയും പറയുന്നത്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് സർക്കാരിന്റെ വഴിവിട്ട നീക്കത്തിനൊടുവിലായിരുന്നു. പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള നീക്കവും നടന്നു. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികളെ ഡീബാർ ചെയ്ത നടപടി നിലനിർത്താനായി. TP ശ്രീനിവാസനെ SFIക്കാർ തല്ലിയത് ന്യായീകരിക്കുന്ന ആർഷോ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ആർഷയുടെ സംസ്കാരം അതാ. ആർഷയുടെ ഒരു സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കൂടെ ഒരു സഹപാഠിയെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു സമരം ചെയ്യുമ്പോഴേ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ആർഷോ പറഞ്ഞതാണ്, തന്തയില്ലാത്ത കൊച്ചിനെ ഞാൻ ഉണ്ടാക്കി തരുമടി എന്ന് പറഞ്ഞതാണ്. അത് അവന്റെ സംസ്കാരം. അവനെ നന്നാക്കാനായിട്ട് ആർക്കും പറ്റില്ല. അവനെ നന്നാക്കാന്ന് അവൻ നാളത്തെ ഒരു MLA മന്ത്രിയുമായിട്ട് നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. അവൻ ആ രീതിയിൽ തന്നെ പൊയ്ക്കോട്ടെ. മകന്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കാട്ടാക്കട കുറ്റിച്ചലിൽ VHSC വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്ന് പോലീസ് സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ജീവനൊടുക്കി എന്നാണ് കരുതുന്നത്. ക്ലർക്ക് സനൽകുമാറിനെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാൾ നേരത്തെ ജോലി ചെയ്ത സ്കൂളുകളിലും പ്രശ്നക്കാരനായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ റൊമാന്റിക് ഹീറോ പരിവേഷമുള്ള തിരൂർ സ്വദേശി മുഹമ്മദ് നിഷാൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ റൊമാന്റിക് ഹീറോ പരിവേഷം, നിരവധി ഫോളോവേഴ്സ്. എന്നാൽ മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് നിഷാലിന്റെ പ്രവൃത്തികൾ സമൂഹമാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. റൊമാന്റിക് വീഡിയോകൾ ചെയ്യുന്ന നിഷാൽ പതിയെ ചാറ്റ് ബോക്സിൽ ഇരകളെ തേടിയിറങ്ങും. പ്രവാസികളുടെ ഭാര്യമാർ, വിവാഹമോചനം കഴിഞ്ഞവർ എന്നിവരാണ് പ്രധാന ലക്ഷ്യം. ചാറ്റ് ബോക്സിൽ തുടങ്ങുന്ന സൗഹൃദം ദൃഢമാകുന്നതോടെ വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടും. ഇതിന് തയ്യാറായില്ലെങ്കിൽ ഭീഷണിയും സെന്റിമെന്റ്സും എടുത്താണ് അടുത്ത അടവ്. ഇതിൽ വീഴുന്നവരെ നഗ്നരായി വീഡിയോ കോൾ ചെയ്യാൻ നിഷാൽ ആവശ്യപ്പെടും. പിന്നീട് ഈ വീഡിയോ കോളുകൾ റെക്കോർഡ് ചെയ്ത് തന്റെ ലാപ്ടോപ്പിൽ സൂക്ഷിക്കും. വീഡിയോ കോളിൽ കണ്ട സ്ത്രീകളെ നേരിട്ട് കാണുകയാണ് അടുത്ത പരിപാടി. ഇതിനായി ലാപ്ടോപ്പിൽ സൂക്ഷിച്ച സ്ക്രീൻ റെക്കോർഡുകൾ ഉപയോഗിച്ച് ഭീഷണി ഉയർത്തും. ഭീഷണിക്ക് വഴങ്ങിയെത്തുന്ന സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ ലൈംഗിക ആവശ്യത്തിനായി ഉപയോഗിച്ച് നഗ്ന വീഡിയോകളും ഫോട്ടോകളും എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് കളമശ്ശേരി പോലീസ് നിഷാലിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. മുഹമ്മദ് നിഷാലിനെതിരെ ഇതുവരെ നിലവിലുള്ളത് 4 ബലാത്സംഗ കേസുകളാണ്. ഇതിൽ ഒരു പോക്സോ കേസും ഉൾപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനത്ത് വീണ്ടും സാത്താൻ സേവയും ബ്ലാക്ക് മാജിക്കും ഒക്കെ വാർത്തകളിൽ നിറയുന്നത്. പ്രജിൻ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോ എന്ന ചിത്രത്തിലെ ആണായി പിറന്നോനെ
ദൈവം പാതി സാത്താൻ എന്ന ഗാനമാണ്. അന്ധവിശ്വാസത്തിന് പുറമെ സാമ്പത്തിക കാരണങ്ങൾ കൂടി കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നതായാണ് വിവരം. സ്വന്തം പിതാവിന്റെ ജീവനെടുത്ത പ്രജിൻ ബന്ധുക്കൾ സംശയിക്കുന്നത് പോലെ സാത്താൻ സേവക്കാരനായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പോലീസ് അന്വേഷണത്തിലും ദുർമന്ത്രവാദ ബന്ധം സംശയിക്കുന്ന പലതും കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി നീക്കം ചെയ്തിരുന്നു. മുറിയിൽ കറുപ്പു നിറത്തിലുള്ള വിചിത്രമായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. അയാം സൂപ്പർ സൈക്കോ എന്നു തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ എഴുതി വെച്ചിരുന്നു. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമമാണെന്നാണ് ആദ്യമൊക്കെ വീട്ടുകാർ കരുതിയിരുന്നത്. കൊച്ചിയിൽ സിനിമാ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായത്. പ്രജിന്റെ മുറിയിലേക്ക് മാതാപിതാക്കളെ പോകാൻ അനുവദിച്ചിരുന്നില്ല. എപ്പോഴും പൂട്ടിയിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു പ്രത്യേക ഈണത്തിലെ ശബ്ദം മുഴങ്ങിക്കേൾക്കുമായിരുന്നുവെന്നാണ് അമ്മ സുഷമകുമാരി പോലീസിനോട് പറഞ്ഞത്. ചില ദിവസങ്ങളിൽ രാത്രി ഇറങ്ങിപ്പോകും. എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടും. വിവരം പോലീസിൽ അറിയിച്ചിരുന്നു. ഒരു വട്ടം പോലീസ് എത്തി പ്രജിന് താക്കീതും നൽകി. തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പ്രജിൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു. എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഫെബ്രുവരി 5 രാത്രിയായിരുന്നു വീട്ടിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിനെ പ്രജിൻ കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തുന്നത്. അമ്മ സുഷമ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം. ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായ സുഷമ നിലത്തു വീണു. പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 24 വെട്ടുകളാണ് ജോസിന്റെ ശരീരത്തിലേറ്റത്. കൊലയ്ക്ക് ശേഷം വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങിയ പ്രജിൻ നിലവിൽ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിൽ റിമാൻഡിൽ കഴിയുകയാണ്. കൊലയ്ക്ക് മുൻപ് പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടിരുന്നത് മാർക്കോ സിനിമയിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്ന ഗാനമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വീട്ടിൽ സാമ്പത്തിക വിഷയത്തിൽ തർക്കം നടന്നിരുന്നെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ പഠനത്തിനായി പ്രജിനെ അയച്ചതിലടക്കം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇയാൾക്ക് 5 ഫോണുകളാണുള്ളത്. ഇതിലേതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നതിനാൽ വിവരങ്ങൾ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കൊച്ചിയിൽ സിനിമാ പഠനം നടത്തിയ സ്ഥാപനത്തിലെത്തിയും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയാൽ മകൻ തന്നെയും മകളെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് അമ്മ സുഷമകുമാരി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കേസിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേട്ടുകേൾവിയില്ലാത്ത പലതും വാർത്തയായി നമുക്ക് ഈയിടെ പറയേണ്ടി വരാറുണ്ട്. അതുപോലൊന്നാണ് യുപിയിൽ നിന്നുള്ള വാർത്ത. കൂടുതൽ സ്ത്രീധനം നൽകാത്തതിന് ഭർത്തൃ വീട്ടുകാർ യുവതിയെ HIV ബാധിതന് ഉപയോഗിച്ച സിറിഞ്ചുകൊണ്ട് കുത്തിവെച്ചെന്നാണ് പരാതി. വൈദ്യപരിശോധനയിൽ യുവതിക്ക് HIV ബാധ സ്ഥിരീകരിച്ചതോടെ പിതാവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നടന്ന സംഭവത്തിൽ കോടതി ഉത്തരവിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. ഹരിദ്വാർ സ്വദേശിയായ അഭിഷേക് എന്ന സച്ചിനുമായി 2023 ഫെബ്രുവരി 15 യുവതിയുടെ വിവാഹം നടന്നത്. സ്ത്രീധനമായി കാറും 15 ലക്ഷം രൂപയും നൽകി. എന്നാൽ SUV കാറും 25 ലക്ഷം രൂപയും കൂടി വേണമെന്നായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ ആവശ്യം. കൂടുതൽ സ്ത്രീധനം നൽകാതെ വന്നതോടെ യുവതിയെ ഭർത്തൃ വീട്ടിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് യുവതിയെ തിരിച്ചെത്തിച്ചെങ്കിലും ശാരീരികവും മാനസികവുമായ പീഡനം തുടരുകയായിരുന്നു.
യുവതിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ ഭർത്തൃ വീട്ടുകാർ HIV ബാധിതൻ ഉപയോഗിച്ച സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചെന്ന് കുടുംബം ആരോപിക്കുന്നു. യുവതിയുടെ ആരോഗ്യം അനുദിനം മോശമായതോടെ മാതാപിതാക്കൾ ആശുപത്രിയിലെത്തി. രക്തപരിശോധനയിൽ HIV ബാധയുണ്ടെന്ന് കണ്ടെത്തി. ഭർത്താവ് അഭിഷേകിനെ പരിശോധിച്ചപ്പോൾ HIV നെഗറ്റീവാണ്. ഇതോടെ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് സഹാറൻപൂർ കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവ് പ്രകാരമാണ് ഭർത്താവിനും മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗംഗോ കോട്ട്വാലി പോലീസ് കേസെടുത്തത്. ാണ് യുവതി. സ്ത്രീധന പീഡനം, മർദ്ദനം, കൊലപാതക ശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഭർത്താവിന്റെ വീട്ടുകാർ ആരോപണം നിഷേധിക്കുകയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റ് വാർത്തകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് രാവിലെയിൽ. ഇത് കണ്ടോക്കാണ്.